ഹലോ, അങ്ങനെ നമ്മൾ ഈദ് ഹോളിഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ദൃശ്യം 3 കാണാനാണ് പോയത്. അപ്പോൾ നമ്മൾ അജയ് ചേട്ടനും ഫാമിലീൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തി പോപ്കോണെല്ലാം വാങ്ങിയതേ നമ്മൾ തിയേറ്ററിലേക്ക് കയറുവാണ്. ഞാൻ ഭയങ്കര സെറ്റായിട്ട് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ 1ഉം 2ഉം ദൃശ്യത്തിൻ്റെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായൊരു കഥയൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ലെങ്കിലും മനസ്സിലായി എന്ന് പറയാം. കാരണം ഏട്ടൻ എനിക്ക് കഥയൊക്കെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 1ലും 2ലും എന്താ നടന്നതെന്നൊക്കെ. ഞാനൊരു സിനിമാ പ്രേമിയല്ല. അതായത് ഞാൻ സിനിമ പണ്ട് തൊട്ടേ ഇരുന്ന് ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞാൽ ഫോണിലായാലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ടി വിയിലായാലും ഒന്നും കാണാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് സിനിമ ഇഷ്ടമല്ലാത്തത്. മീൻസ് ഞാനങ്ങനെ പറയില്ല ഏട്ടനോട്. ഞാൻ ഇതുവരെ നമുക്കൊരു സിനിമക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഏട്ടൻ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും പോകും. ഇപ്പം എൻ്റെ കൂടെ കൂടിയിട്ട് ഏട്ടനും സിനിമക്ക് പോകാറില്ല ഇപ്പം. പിന്നെ ഇവർ വിളിച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു, അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ അതെ പോപ്കോണൊക്കെ വാങ്ങിയോണ്ട് കുഞ്ഞിപ്പെണ്ണും പിള്ളേരൊക്കെ അവിടെ കുറച്ച് നേരം സെറ്റായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അങ്ങ് ഇറങ്ങി ഓടാനും കളിക്കാനൊക്കെ തുടങ്ങി. എന്നാലും കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പടം തുടങ്ങി. പടം കുഴപ്പമില്ല, ഭയങ്കര ഹൈപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പടം. പിന്നെ നമ്മളെ മോഹൻലാലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മോഹൻലാലിൻ്റെ എൻട്രി ഒക്കെ അടിപൊളിയാണല്ലോ. അങ്ങനെ അതൊക്കെ വയസ്സ് അടിപൊളിയാണ്. അങ്ങനത്തെ പടമൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുവാണ്. പിന്നെ ഇറങ്ങിയപ്പം നല്ല സമയം വൈകി. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കരാമൊക്കെ വിട്ടു. ഇങ്ങനെ ഫുഡും കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. നമ്മുടെ മേലെ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് പൂള്. അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷം.